ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് പൊതിച്ചോറ് കൊടുക്കാനുണ്ട്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇത്. ഇപ്പോൾ സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. ഞാൻ ചോറിന് വെള്ളം വെച്ച് പരിയിട്ട് വേവാനായി തുടങ്ങി. ചോറ് വേവുമ്പോഴേക്ക് ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങൾ മുറുക്കി വെച്ചു. കറി വെള്ളരിക്കയും മുരിങ്ങക്കായും വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മുരിങ്ങക്കായ ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്നതാണ് കേട്ടോ. അങ്ങനെ കഷ്ണമൊക്കെ മുറിച്ച് കഴിഞ്ഞു. അടുത്ത പണി കറി വയ്ക്കലാണ്. വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്കായും ഞാൻ കുക്കറിലേക്കിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ ഒരു വിസിലൂതിച്ചു. കറി അടുപ്പത്ത് വെച്ച് അവിയലിനുള്ള പണി നോക്കി. കഷ്ണങ്ങളെല്ലാം കഴുകി അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് മിക്സാക്കി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇതിനിടയിൽ നാളികേരവും കുറച്ച് ജീരകവും ഞാൻ അരച്ചെടുത്തു കേട്ടോ കറിക്ക് വേണ്ടിയിട്ട്. ഒരു വിസിലൂതിയപ്പോഴേക്ക് തന്നെ കഷ്ണങ്ങളൊക്കെ വെന്തു. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് മിക്സാക്കി. കറിയിലേക്ക് കടുക് വറവിട്ടു. അങ്ങനെ നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു. ഉപ്പേരിക്ക് എന്താണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇടിച്ചക്കയുടെ കാര്യം ഓർത്തത്. പിന്നൊന്നും നോക്കിയില്ല, പറമ്പ് പോയി ഒരു ഇടിച്ചക്ക കൊണ്ടുവന്നു. അത് കഷ്ണങ്ങളാക്കി കുക്കറിൽ വേവിക്കാൻ വെച്ചു. വിസിലൂതിച്ചാൽ നല്ലോണം വെന്ത് പോകും. അപ്പം ഞാൻ തുറന്ന് വെച്ച് വേവിച്ചു. കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടി. വീട്ടിൽ മാങ്ങ ഉള്ളത് കൊണ്ട് ഒരു അച്ചാറും കൂടെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ലെണ്ണയിൽ കടുക് പൊട്ടിച്ചു. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ അച്ചാറിലേക്ക് ചേർത്തത്. കുറച്ച് കായം കൂടി പൊടിച്ച് ചേർത്തു. അച്ചാറിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇടിച്ചക്കയിൽ വറവിട്ടത് വെളുത്തുള്ളി, അരിവണിയും പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ഉണക്കച്ചെമ്മീൻ സമ്മന്തിയാണ്. അതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി അതൊക്കെ പൊതിയാൻ മാത്രമേ ഉള്ളൂ. ഞാനും മോളും എങ്ങനെയൊക്കെ നോക്കിയിട്ടും പൊതി ശരിയായി കിട്ടിയില്ല. പിന്നെ കഴിയുന്ന രീതിയിലൊക്കെ പൊതിഞ്ഞു വെച്ചു. ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവും. പതിയെ അതൊക്കെ മാറ്റിയെടുക്കാം. ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എന്നെ അറിയിക്കുക. ഇതിനിടയിൽ കടുമാങ്ങയുടെ കാര്യം പറയാൻ മറന്നു. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്. ഇതിൻ്റെ വീഡിയോയും അധികം വൈകാതെ പങ്കുവയ്ക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.